Download now. CC Learning app. 2026 കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അല്ലേ? ChatGPT ഉണ്ട്, പെർപ്ലക്സിറ്റി ഉണ്ട്, ജെമിനി ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ കണ്ടന്റുകൾ വൈറൽ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലേ? കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യും. എന്നാൽ ആ കണ്ടന്റിന് ഒരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ് അല്ലേ? നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ കണ്ടന്റുകൾ നോക്കും. എന്നാൽ എവിടെയാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നത്? നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കണ്ടന്റ് വരുമ്പോഴാണ്. ആ ഒരു സ്റ്റക്ക് ആവുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ക്രോളിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒന്ന് നമ്മുടെ കണ്ടന്റിൽ വേണം. ഹായ്, എൻ്റെ പേര് അതുല്യ. CC സൈബർ ക്യാമ്പസിന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഫോളോ ചെയ്തോളൂ. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതായത് ആൻഡ്രോമെഡ എന്ന് പറയുന്ന അപ്ഡേറ്റ് മെറ്റയിൽ വന്നതുപോലെ ChatGPT അല്ലെങ്കിൽ ജെമിനിയിൽ SEOയിൽ കണ്ടന്റ് മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് വന്ന പോലെ എല്ലാത്തിലും കണ്ടന്റിനാണ് പ്രയോറിറ്റി കൂടുതൽ. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ട് എത്തുന്നു, അതിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ്, ഇപ്പം നമ്മളൊരു പോസ്റ്റർ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ നോക്കുകയാണെങ്കിലും നമുക്ക് അതിനോട് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ വന്നാൽ മാത്രമേ നമ്മൾ അതിൻ്റെ കണ്ടന്റ് വായിച്ചു നോക്കുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു അട്രാക്ഷൻ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കോപ്പി റൈറ്റിംഗ് അതുപോലെ കണ്ടന്റ് ക്രിയേഷൻ ഇൻ 2026 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ടൈമില്ല, എല്ലാവരും ഫുൾ ടൈം ഫോണിലാണ്, പക്ഷെ ആർക്കും ഒന്നിനും സമയമില്ല. ഇവരിങ്ങനെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു അറ്റൻഷൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോനോട് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്ററിനോട് ഒരു അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നമ്മുടെ കണ്ടന്റിന് ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ആ കൊടുത്ത കണ്ടന്റിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. അതായത് ഇഫ് യു ഡോണ്ട് സ്റ്റോപ്പ് ദ സ്ക്രോൾ, നമുക്ക് അവിടെ നമ്മൾ ആരും ആ സ്ക്രോൾ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുത്ത കണ്ടന്റിന് യാതൊരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടന്റ് കൊടുത്തതിനൊരു കാര്യവും ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ? മെറ്റയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ആൾക്കാർ നമ്മുടെ ആഡ് കണ്ടു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? ആൾക്കാർ കാണുന്നതിനനുസരിച്ചാണ് നമുക്ക് കൺവേർഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരാൾ നമ്മുടെ ആഡ് കാണണം അല്ലെങ്കിൽ ആ ആഡിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആഡിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നോക്കാം, ഹൂക്ക് മാസ്റ്റർ ക്ലാസ്. അതായത് നമ്മൾ എപ്പോഴും പറയും, ഇപ്പം നിങ്ങൾ മെറ്റ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അവിടെ ഹൂക്ക് റേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ഹൂക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സെക്കൻഡ് ആയിരിക്കും നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്നത് ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ആ വീഡിയോനോട് തോന്നണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ആ വീഡിയോന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ആ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് കാണുള്ളൂ അല്ലേ? അപ്പം ആ ഒരു ഹൂക്കിംഗ് എലമെന്റ് ആ ഒരു 1 to 3 സെക്കൻഡിൽ നമുക്ക് ആ വീഡിയോയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ആ വീഡിയോന്റെ റീച്ച് ഉണ്ടാവുള്ളൂ. അത് ഓർഗാനിക്കലി ആണെങ്കിൽ അത് വൈറൽ ആവുള്ളൂ. പെയ്ഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു കൺവേർഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലതരം ഹൂക്കുകൾ നമുക്ക് ബിൽഡ് ചെയ്യാം. അതായത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കാം, അയ്യോ അവിടെ എന്താ സംഭവിച്ചത്. ഇപ്പം ചില ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഒക്കെ ചിലപ്പോൾ ഫസ്റ്റ് കാണിച്ചിട്ട് നമ്മളത് ഫസ്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ ആ എന്തെങ്കിലും ഇടിക്കുന്നതോ അല്ലെങ്കിൽ പൊട്ടുന്നതോ അല്ലെങ്കിൽ തല മുറിയുന്നതോ എന്തെങ്കിലും അങ്ങനത്തെ എന്തോ ഒരു സംഭവമായിരിക്കും ചിലപ്പം കാണിക്കുക. അപ്പം നമ്മൾ അയ്യോ അതെന്താ അങ്ങനെയെന്നുള്ള രീതിയിൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കേക്കിന്റെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കേക്കിന്റെ വീഡിയോ, ആ കേക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന, അതായത് അവരിങ്ങനെ കേക്ക് കൊണ്ടുപോകുമ്പോൾ മറിഞ്ഞു വീഴുന്നത് കാണിക്കുന്നത്. അപ്പം നമ്മൾ അയ്യോ ആ കേക്ക് നശിച്ചല്ലോ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടത് പോയല്ലോ, അതെന്താ സംഭവം നോക്കാൻ വേണ്ടി നമ്മൾ ആ വീഡിയോ കാണും അല്ലേ? അപ്പൊ ആ വീഡിയോന്റെ അതായത് അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ ആൾക്കാർ ഒബ്വിയസ്ലി ആ ഒരു വീഡിയോ നമ്മൾ കാണും. രണ്ടാമതെന്ന് പറയുന്നത് എന്താണ്? പ്രോബ്ലം ഹൂക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നത്തെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കാണിക്കും. അവിടെ അങ്ങനെയല്ലേ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയല്ലേ, അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിനായിരിക്കും അവിടെ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയോ അല്ലെങ്കിൽ ആ പ്രോബ്ലം കഴിഞ്ഞോ എന്താണത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ മുഴുവൻ കാണും. അതേപോലെ ഷോക്കും, അതായത് ഷോക്ക് എന്ന് പറയുന്നത് ഈ ക്യൂരിയോസിറ്റി പോലെ തന്നെയാണ് അല്ലേ? നമ്മളൊന്ന് ഞെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ വെയിറ്റ് ചെയ്യും എന്താണ്. ഇപ്പൊ അധികം ഈ ഹൊറർ വീഡിയോസ് ഒക്കെ അധികവും എന്ത് വരുന്നുണ്ട്? വൈറലായി വരുന്നുണ്ട്. എന്താണ്? അവിടെ ആ ഒരു ഫീല് തരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും? കണ്ടുകൊണ്ടിരിക്കും അല്ലെ?
അതേപോലെ ബെനിഫിറ്റ്, അതായത് എന്തോ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ കൊടുക്കുമ്പോൾ എന്താണ് ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുക എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് നോക്കും. ഇപ്പം ഈ എന്താ പറയുക, നമ്മുടെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് സെല് ചെയ്യുന്ന പോലെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കും. ഓക്കെ, അതുപോലെ തന്നെ റിലേറ്റബിൾ ഹൂക്ക്, അതായത് വേറെ എന്തെങ്കിലും വീഡിയോസിന് എന്താ പറയുക, നമ്മൾ ആദ്യം ഈ ഒരാൾ ചെയ്ത വീഡിയോസിനെ തന്നെ റെപ്രസെന്റ് ചെയ്ത് പല വീഡിയോസും വരാറില്ലേ. അപ്പൊ അതുപോലെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൂക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഹൂക്ക് എന്ന് പറയുന്നത് വീഡിയോ ജനറേഷൻ്റെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. എത്രത്തോളം നമ്മൾ ഹൂക്ക് റേറ്റ് കൂടുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് വൈറൽ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് വൈറൽ ആവുകയും ചെയ്യുള്ളൂ. പിന്നെ വരുന്നത് കോപ്പി റൈറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. ഒരു കണ്ടന്റ് നമ്മൾ പോസ്റ്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷനിലായിക്കോട്ടെ വീഡിയോയിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ കണ്ടന്റ് എഴുതുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചർ കറക്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ ആ കണ്ടന്റിന് എന്തുണ്ടാവുള്ളൂ, ആ കണ്ടന്റിന് റീച്ച് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഇപ്പൊ ഒരുപാട് ഫോർമുലാസ് നമുക്കുണ്ട്. ഞാൻ അതിൽ 3 ഫോർമുലാസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ഫോർമുലാസ് നമുക്ക് കണ്ടന്റ് റൈറ്റിംഗിൽ അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കോപ്പി റൈറ്റിംഗ് ഫോർമുലാസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫോർമുലാസ് വരും. ഓക്കെ, അതിലേതെങ്കിലും ഒന്ന്, ഞാൻ മെയിൻ ആയിട്ടുള്ള 3 ഫോർമുലാസ് മാത്രമാണ് കോപ്പി റൈറ്റിംഗിൽ എടുത്തത്. ഇത് നിങ്ങൾക്ക് ക്യാപ്ഷൻ എഴുതാനും പോസ്റ്റർ എഴുതാനും അതുപോലെ തന്നെ വീഡിയോ സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലാസ് ആണ്. ഫസ്റ്റ് വൺ പാസ് ഫോർമുല. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം അഗ്രിഗേറ്റ് സൊല്യൂഷൻ. അതായത് ആദ്യം ഒരു പ്രോബ്ലത്തിന് പറയും, എന്താ പറയാ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു ജോലി കിട്ടിയില്ലേ, ഒരു പ്രോബ്ലത്തിനായിരിക്കും. പിന്നെ ആ പ്രോബ്ലത്തിന് ഒന്നും കൂടെ വലുതാക്കി കാണിക്കുക. അതായത് ഒരുപാട് അപ്ലൈ ചെയ്തു, എവിടെയും എല്ലായിടത്തും റിജക്റ്റ് ചെയ്യുന്നു. അതായത് നമ്മളൊരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ, അതായത് CC സൈബർ ക്യാമ്പസിൽ വരൂ, ജോയിൻ ചെയ്യൂ, അങ്ങനെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ, ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അതാണ് പാസ് ഫോർമുല എന്ന് പറയുന്നത്, അതായത് പ്രോബ്ലം അഗ്രിഗേറ്റ് സൊല്യൂഷൻ. അതേപോലെ തന്നെ എയ്ഡാ ഫോർമുല, അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. അതായത് ഒരാളുടെ അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇപ്പോൾ ഇയർ എൻഡ് ഓഫർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ ലാസ്റ്റിലേക്ക് വരുന്ന എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം, ഒരു അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, ഇൻട്രസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ നമുക്കത് ആവശ്യമുള്ളതാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുക. അതിനുശേഷം ഡിസയർ എന്ന് പറഞ്ഞാൽ അതെനിക്ക് വേണം അല്ലെങ്കിൽ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നതാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഡിസയർ വെക്കുക. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത്, അതായത് ബൈ ആവാം, ബുക്ക് ചെയ്യുന്നതാവാം, രജിസ്റ്റർ ചെയ്യുന്നതാവാം, എന്ത് ആക്ഷൻ ആണ് അതിന് ശേഷം ചെയ്യേണ്ടത്. അതാണ് എയ്ഡാ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് BAB, ബിഫോർ ആഫ്റ്റർ ബ്രിഡ്ജ്. അതാണ് BAB എന്ന് പറയുന്നത്. അതായത് മുന്നേ എങ്ങനെയായിരുന്നു, അതിനുശേഷം ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, അത് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു നമുക്ക് +2 കഴിഞ്ഞു, ജോലിയൊന്നും ആയില്ല, അതാണ് നമ്മുടെ ബിഫോർ വരുന്നത്. ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ സെറ്റായി എന്നുള്ളത്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കും. അങ്ങനെ നമ്മൾ ബിഫോറും ആഫ്റ്ററും ബ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളൊരു ക്രിയേറ്റ് ചെയ്യാം, കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് വെറും 3 ഫോർമുലാസ് മാത്രമാണ്. ഒരുപാട് ഫോർമുലാസ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഫോർമുലാസ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഈ ഫോർമുല കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള കോപ്പി റൈറ്റിംഗ് അല്ലെങ്കിൽ കണ്ടന്റ് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്ററിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിൽ എന്ത് വരും, കുറച്ച് റീച്ച് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതുപോലെ തന്നെ ആവശ്യക്കാർ, നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെ ഓഡിയൻസ് വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരു എഡ്യൂക്കേഷണൽ പോസ്റ്റർ കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോ കാണുന്ന ഓഡിയൻസ് ആയിരിക്കില്ല ഒരു പ്രൊഡക്റ്റിന്റെ ഓഡിയൻസ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ആരാണോ അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കണ്ടന്റ്, ഓക്കെ ഇത് ഈ കണ്ടന്റ് കണ്ടാൽ എല്ലാവരും നോക്കും, അങ്ങനെയല്ല. നമ്മുടെ ഓഡിയൻസിന് എന്ത് കണ്ടന്റ് കാണുമ്പോഴാണ് താല്പര്യം ഉണ്ടാവുക, ആ ഓഡിയൻസ് കാണുന്ന രീതിയിൽ വേണം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വരുന്നത് മൈക്രോ, അതായത് നമ്മൾ മൈക്രോ കോപ്പി പ്ലസ് ഫോർമാറ്റ് സ്റ്റൈൽ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും കണ്ടന്റ് ആണെങ്കിലും അങ്ങ് എഴുതും, ഒരു പാരഗ്രാഫ് പോലെ അങ്ങ് എഴുതി പോകലായിരുന്നു അല്ലെ. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, ഒറ്റ ലൈനിൽ ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അതായത് ഒറ്റ സിംഗിൾ ലൈനിൽ നമ്മൾ കംപ്ലീറ്റ് പറയാതെ എന്താ പറയുക, പാർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നിൽ ഡോണ്ട് മിസ് ദ ചാൻസ്, ജോയിൻ CC സൈബർ ക്യാമ്പസ്, സെറ്റ് യുവർ ഫ്യൂച്ചർ കരിയർ, അങ്ങനെ നമ്മൾ ഓരോ ലൈനിൽ കുറച്ച് സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ നമ്മൾ ആ ഒരു കണ്ടന്റിനെ ആൾക്കാർക്ക് വായിക്കാൻ ഈസി ആയിട്ടും
മനസ്സിലാക്കാൻ ഈസി ആയിട്ട് എന്നുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, വെറുതെ കുറെ പാരഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ ആരും നമ്മുടെ കണ്ടന്റ് വായിക്കില്ല. അപ്പൊ കണ്ടന്റിനെ അങ്ങനെ ഷോർട്ടാക്കി ലൈൻ ബൈ ലൈൻ ആയിട്ട് എഴുതുമ്പോൾ കണ്ടന്റ് വായിക്കാനും അത് നോക്കാനും നമുക്കൊരു താല്പര്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സെല്ലിംഗ്. അതായത് ആദ്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചുമ്മാ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റീച്ച് കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. അതായത് ഓൺ വോയിസിൽ ലോക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങനത്തെ വീഡിയോസ്, അതായത് ജെന്യൂൻ ആണെന്ന് സോഷ്യൽ മീഡിയക്ക് തോന്നുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് അവിടെ റീച്ച് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ സ്ലാങ്ങുകൾ, ചില ഭാഷകൾ അവരവരുടേതായ ഭാഷയിൽ എന്താ പറയാ, അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, അവരവിടെ അങ്ങനെ പോയി അപ്പൊ അവിടെ ഇങ്ങനെ കണ്ടു, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പോലെ നമുക്ക് അതൊരു ജെന്യൂൻ ആണ്, അവരത് യൂസ് ചെയ്തു അല്ലെങ്കിൽ അവരൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് തോന്നുന്ന രീതിയിലുള്ള വീഡിയോസിന് നല്ല റീച്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ജെന്യൂനിറ്റി, ട്രസ്റ്റ്, ഇതൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ എന്ത് വരും? റീച്ച് കൂടുതലായിരിക്കും. അപ്പൊ നമ്മളൊരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴും ആ രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അത്യാവശ്യം വൈറലാവാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് വരുന്ന സമയത്ത് ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് എന്തുണ്ടാവുക? ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. അതായത് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വരണം, ആ സ്ട്രഗിളിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവണം, അതിന്റെ റിസൾട്ട്. അല്ലാണ്ട് വെറുതെ ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത്ര റീച്ച് ഉണ്ടാവില്ല. ഞാൻ അവിടെ അങ്ങനെ പോയപ്പോൾ ഇവിടെ എങ്ങനെ വന്നു, അങ്ങനെ നമുക്കൊരു പ്രോബ്ലം, ഒരു സൊല്യൂഷൻ പോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ അത്യാവശ്യം എന്തുണ്ടാവും? റീച്ച് ഉണ്ടാവും. ഓക്കെ, അതുപോലെ നമുക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവും കാണാൻ. ഇവരെ വീഡിയോ, ഇവരെ സംസാരം കേൾക്കാൻ, അല്ലെങ്കിൽ അവരുടെ പറയുന്ന രീതി കേൾക്കാൻ. അങ്ങനെ നമുക്ക് ഓരോരോ ഇൻട്രസ്റ്റുകൾ വരും. അതിനനുസരിച്ച് അതിന്റെ വീഡിയോസ് വ്യൂ കൂടി വരും. ഓക്കെ, പിന്നെ ഈ കണ്ടന്റ് എന്താ പറയാ, കണ്ടന്റ് ക്രിയേഷൻ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഡിഫറെൻ്റാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ടിപ്പുകൾ അല്ലെങ്കിൽ അവിടെ റിവ്യൂസ്, ഇതിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ ഉണ്ടാവുക. അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതിനായിരിക്കും അവിടെ കുറച്ചും കൂടെ റീച്ച് ഉണ്ടാവുക. ഒരു എന്റർടൈൻമെന്റ് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്താ പറയുക, കോമിക് ആയിട്ടുള്ള സംഭവങ്ങൾ, എൻജോയ് ചെയ്യുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കണം. അതായത് നമ്മുടെ ഏത് ഓഡിയൻസ് സെറ്റാണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള കണ്ടന്റ് സ്ട്രാറ്റജി വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ആ കണ്ടന്റ് സ്ട്രാറ്റജിയിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഓർഗാനിക്കലി നല്ല ട്രാഫിക്കും അതുപോലെ തന്നെ നല്ല റീച്ചും നമുക്ക് കിട്ടുള്ളൂ. പിന്നെ AI എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കണ്ടന്റ് കിട്ടും. ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്, AI യൂസ് ചെയ്ത് നമുക്ക് കണ്ടന്റ് എഴുതാൻ വളരെ ഈസിയാണ്. പക്ഷെ AI മാത്രം കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വൈറലാവാൻ കഴിയില്ല. കാരണം AIക്ക് എന്തുണ്ടാവില്ല? നമ്മുടെ ആ ഒരു പേഴ്സണൽ ടച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മളൊരു കണ്ടന്റ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമറിന്റെ ഇമോഷൻ എന്താണോ അത് വെച്ചിട്ടുള്ള കണ്ടന്റ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ AI ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റ് നമുക്ക് എടുക്കാം. നമ്മുടെ എന്താ പറയാ, നമുക്ക് നല്ല രീതിയിൽ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ചുള്ള കണ്ടന്റ് AI തരും. അതിന് നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, എന്താണ് ആ ഒരു ഇമോഷൻ വെച്ചിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റ് കൂടെ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് മലയാളം ആണെങ്കിൽ ആൾക്കാർക്ക് മലയാളം കണ്ടന്റ് കാണാനാണ് താല്പര്യം ഉണ്ടാവുക അല്ലെ. അതായത് പോസ്റ്ററുകളിലാണെങ്കിൽ മലയാളം കണ്ടന്റ് നോക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അവിടെ നമുക്ക് റീച്ച് കൂടുതലായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളം പേഴ്സണൽ, എന്താ പറയാ, ലോക്കൽ പ്ലസ് പേഴ്സണൽ ബ്രാൻഡ്. അതായത് നമ്മൾ ലോക്കലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതുപോലെ തന്നെ ഒരു എന്താ പറയാ, നാച്ചുറൽ ആയിട്ട് തോന്നുന്ന പോലെ, എന്താ പറയാ, അഭിനയമാണ് എന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതായത് നമുക്ക് അങ്ങ് ഇരുന്ന് ആസ്വദിക്കും നമ്മൾ അല്ലെ. അതേപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള ലോക്കൽ മലയാളം യൂസ് ചെയ്ത് ചെയ്യുന്ന റിയൽ ടോക്ക്, അവിടെ ഒരു ആർട്ടിഫിഷ്യലും അല്ലാതെ കോമൺ പറയുന്ന രീതിയിൽ ചെയ്യുന്ന വീഡിയോസിനും എന്ത് വരും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ട്രാഫിക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യൂ, പർച്ചേസ് ചെയ്യൂ. അങ്ങനത്തെ നമ്മളൊരു പർച്ചേസിങ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നത്തെ CTA മാറി. CTA എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ ആക്ഷൻ മാറി. എന്താണ് എന്താ പറയാ, യെസ് എന്ന് DM ചെയ്യൂ, അല്ലെങ്കിൽ DM ഫോർ, അങ്ങനെ നമ്മൾ
സ്റ്റാർട്ട് എന്ന് DM ചെയ്യൂ, അങ്ങനെയൊക്കെ നമ്മൾ മെസ്സേജ് അയക്കാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ CTL നമ്മൾ പറയുന്നത് അല്ലേ. അതായത് സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ, ഞാൻ ലിങ്ക് അയച്ചു തരാം, അങ്ങനത്തെ അതായത് അതൊക്കെയാണ് നമ്മളിപ്പോൾ ആക്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ററാക്ഷൻ നമുക്ക് കൂട്ടാനും പറ്റും, എൻഗേജ്മെന്റ് റേറ്റ് കൂട്ടാനൊക്കെ ഈ ഒരു കൺവേർഷൻ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യാൻ എന്ന് പറയുന്ന സമയത്ത് ആൾക്കാരൊക്കെ അത് ക്ലിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഓ ഇത് ഭയങ്കര ഫോർമാലിറ്റി ആണെന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു യെസ് എന്ന് കമന്റ് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളത് ചെയ്യും. അപ്പോൾ ആ ഒരു എൻഗേജ്മെന്റ് റേറ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസിൽ ഇതുപോലത്തെ ക്ലിക്ക് ത്രൂ ആക്ഷൻ കൊടുക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ അതായത് നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈ കണ്ടന്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ തന്നെ നല്ലൊരു സ്കോപ്പ് നിങ്ങൾക്കുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ആ പാർട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു കമ്പനിയിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, നല്ല രീതിയിലുള്ള ജോലി കിട്ടും. അപ്പോൾ CC സൈബർ ക്യാമ്പസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മന്ത് ആണ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 3 മാസം ക്ലാസ്, 3 മാസം ഇന്റേൺഷിപ്പും ആണ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്ക് പഠിച്ചാൽ അതായത് ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് അതായത് AI ആണ് ഫുൾ അല്ലേ, AI ജോലി കളയുന്ന കാലമാണ്. അപ്പോൾ ഈ AI ജോലി കളയാതെ AI യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വർക്ക് സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു തരുന്നതാണ്. ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള സിലബസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.